ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിലെ ഹൂ ഈസ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കുക അല്ലേ. റിജോയ്സ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ ഈ ഒരു സ്റ്റോറി കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? വായിച്ച് രസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് സ്റ്റോറിയുടെ ടൈറ്റിൽ? ഹൂ ഈസ് സ്ട്രോങ്ങർ എന്നാണല്ലേ. ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര്. സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ അല്ലെങ്കിൽ എന്താണ്? ബലമുള്ളവൻ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഹൂ ഈസ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാലോ ആരാണ് ശക്തിയുള്ളവൻ? ഇതൊരു ചോദ്യമാണ് അല്ലേ. ഒരു ചോദ്യം പോലെയുണ്ട്. അത് മാത്രമല്ല അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചോദ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കൂലേ. എന്താണ് സ്റ്റോറി പറയുന്നത്? ആര് തമ്മിലുള്ള ശക്തി മത്സരമാണ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. One day, the sun and the wind were arguing about their strength. എന്താണ് പറയുന്നത്? One day, ഒരു ദിവസം, the sun എന്ന് പറഞ്ഞാൽ ആരാണ്? പിക്ചറിൽ നമ്മൾ ആരൊക്കെയാണ് കാണുന്നത്? സൂര്യനുണ്ടല്ലേ. അപ്പോൾ സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആൻഡ് the wind, കാറ്റ് അല്ലേ. arguing about their strength. ആർഗ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കിക്കുക അല്ലേ, അല്ലെങ്കിൽ വാദിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ആർഗ്യൂയിങ് അബൌട്ട് ദെയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തി അല്ലേ. അപ്പോൾ ഒരു ദിവസം സൂര്യനും കാറ്റും കൂടെ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ച്? അവരുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച്, അവരുടെ ശക്തിയെക്കുറിച്ച്. ലുക്ക്, ഐ എം സ്ട്രോങ്, ഐ ക്യാൻ ബ്ലോ അവേ എനിത്തിങ്. ഇതാരാണ് പറഞ്ഞത്? കാറ്റല്ലേ. ആ ഒരു ആരോ മാർക്ക് പോകുന്നത് കണ്ടില്ലേ, അത് കാറ്റിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ പറയുന്നത് കാറ്റാണ്. എന്താ പറഞ്ഞത്? ലുക്ക്, നോക്കൂ, ഐ ആം സ്ട്രോങ്, ഞാനാണ് സ്ട്രോങ്. ഐ ക്യാൻ ബ്ലോ അവേ എനിത്തിങ്. ബ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊതി പറപ്പിക്കുക അല്ലെങ്കിൽ കാറ്റടിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ എനിക്ക് എന്തിനേയും എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോ അവേ എനിത്തിങ്, ഊതി പറപ്പിക്കാൻ പറ്റും എന്ന് പറയാണ്. നെക്സ്റ്റ് ആരാ പറയുന്നത് നോക്കിയേ? സൂര്യൻ. നോ, ഐ ആം സ്ട്രോങ്ങർ, അല്ല, ഞാനാണ് ബലവാൻ. ദാൻ യു, നിന്നെക്കാളും. അപ്പോൾ നിന്നെക്കാളും ശക്തിയുള്ളത് എനിക്കാണെന്ന് ആര് പറയാണ്? സൂര്യൻ പറയാണല്ലേ. ഐ ക്യാൻ മേക്ക് എവറിത്തിങ് വാം, എനിക്ക് എല്ലാത്തിനെയും, വാം എന്ന് പറഞ്ഞാൽ ചൂടാക്കുക അല്ലേ, സർവ്വതിനെയും ചൂടാക്കാൻ കഴിയും എന്ന് പറയാണ്. എവറിത്തിങ്, സർവ്വതിനെയും. നെക്സ്റ്റ് നോക്കിയേ. ദേ സോ എ മാൻ വാക്കിംഗ്. ദേ എന്ന് പറഞ്ഞാൽ അവരല്ലേ. ആരാണ് അവർ? കാറ്റും സൂര്യനും. സോ എ മാൻ വാക്കിംഗ്, എന്താണ്? ഒരാൾ നടന്നു പോകുന്നത് അവർ കണ്ടു. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ഐ ക്യാൻ ബ്ലോ അവേ ഹിസ് ഷർട്ട്. ആരാ പറയുന്നത്? കാറ്റ് അല്ലേ. എന്താ പറഞ്ഞത്? ഐ ക്യാൻ ബ്ലോ അവേ ഹിസ് ഷർട്ട്. അയാൾ ഷർട്ടും പാൻറ്റും ധരിച്ചാണല്ലേ പോകുന്നത്. അപ്പോൾ അയാളുടെ ഷർട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബ്ലോ അവേ, ഊതി പറപ്പിക്കാൻ കഴിയുമെന്ന് ആര് പറയാണ്? കാറ്റ് പറയാണ്. നെക്സ്റ്റ് നോക്കൂ. ദ വിൻഡ് സ്റ്റാർട്ടഡ് ബ്ലോ. കാറ്റ് എന്ത് ചെയ്യാണ്? കാറ്റ് വീശാൻ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ എന്താണ്? കാറ്റ് ഊതാൻ എന്താണ്? തുടങ്ങി അല്ലേ. The wind tried to take away the man's shirt. എന്താണ് വിൻഡ് എന്താണ് ചെയ്തത്? The wind tried to take away the man's shirt. ആ ഒരു ആളുടെ ഷർട്ട് അയാളുടെ ശരീരത്തിൽ നിന്ന് എന്താണ്? ഊരി പറന്നു പോകാൻ വേണ്ടിയിട്ടാണ് ശക്തിയായിട്ട് ഊതി കൊണ്ടിരിക്കുന്നത് അല്ലേ. ബട്ട് ഹി ഹെൽഡ് ഓൺ ടു ഇറ്റ്. അതായത് ആ മനുഷ്യൻ എന്താ ചെയ്തത്? ആ ഒരു ഷർട്ട് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങനെ മുറുക്കെ പിടിച്ചു. ഹൗ കോൾഡ് ഇറ്റ് ഈസ്. അപ്പോൾ അയാളിങ്ങനെ പറയാണ്, എന്തൊരു തണുപ്പാണ് അല്ലേ. കാറ്റടിക്കുമ്പോൾ എന്താണ്? നമുക്ക് തണുക്കും അല്ലേ. അപ്പം ആ ആളും പറയാണ് എന്തൊരു തണുപ്പാണ് എന്ന്. പേജ് നമ്പർ 79 നോക്കാം. നൗ ഇറ്റ്സ് മൈ ടേൺ. ആര് പറയാണ്? സൂര്യൻ പറയാണ് ഇനി എൻ്റെ ഊഴമാണ് എന്ന്. ദ സൺ സ്റ്റാർട്ടഡ് ബ്ലേസിങ്. ബ്ലേസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തി ജ്വലിക്കുക അല്ലേ. അപ്പോൾ സൂര്യൻ കത്തി ജ്വലിക്കുന്ന സമയത്ത് എന്താവും സംഭവിക്കുക? ചൂട് നല്ല പോലെ കൂടും അല്ലേ. അപ്പോൾ ചൂട് നന്നായിട്ട് ചൂടായി. ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. ടുക്ക് ഓഫ് ഹിസ് ഷർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരാൾ അയാളുടെ ഷർട്ട് എന്ത് ചെയ്തു? അഴിച്ച് മാറ്റി. വാട്ട് എ സ്ട്രേഞ്ച് ഡേ. എന്തൊരു വിചിത്രമായ ദിവസമാണ് എന്ന് അയാൾ പറയാണ്. വിചിത്രമായ അല്ലെങ്കിൽ അസാധാരണമായ, സാധാരണ സംഭവിക്കുന്നതല്ലാത്ത പോലെയുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. അത് പറയാണ്. ഇറ്റ് വാസ് കോൾഡ് ഏർലിയർ, നൗ ഇറ്റ്സ് ഹോട്ട്. അപ്പോൾ എന്താണ്? കുറച്ച് മുന്നേ എന്തായിരുന്നു സംഭവിച്ചത്? ഭയങ്കര തണുപ്പായിരുന്നു അല്ലേ. ഇപ്പോഴോ? നൗ ഇറ്റ്സ് ഹോട്ട്, ഇപ്പോൾ ഭയങ്കര ചൂടുമാണ്. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് വാട്ട് എ സ്ട്രേഞ്ച് ഡേ, എന്താണ് അസാധാരണമായ ദിവസമാണ് എന്ന്. സാധാരണ ഒന്നെങ്കിൽ ചൂട് അല്ലെങ്കിൽ തണുപ്പല്ലേ ഉണ്ടാവുക. ഇത് പെട്ടെന്ന് തണുത്തു. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്താണ്? ഭയങ്കരമായിട്ട് ചൂടായി അല്ലേ അന്തരീക്ഷം. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഐ എഗ്രി, യു സ്ട്രോങ്ങർ ദാൻ മീ.
എന്താണ് പറയുന്നത്? കാറ്റ് പറയാണ് ഐ എഗ്രി, ഞാൻ സമ്മതിക്കുന്നു. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ, നീയാണ് എന്നെക്കാളും ശക്തിമാൻ എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് കാറ്റ് തോൽവി സമ്മതിച്ചത്? കാറ്റ് ശ്രമിച്ചിട്ട് അയാളുടെ ഷർട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഊരി മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ സൂര്യൻ അതിൻ്റെ ചൂട് കൊണ്ടിട്ട് അയാൾക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്തപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, തനിയെ അയാളുടെ ഷർട്ട് ഊരി മാറ്റാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കാറ്റ് തോൽവി സമ്മതിച്ചത് കേട്ടോ. യു ആർ ടു ഇൻ യുവർ ഓൺ വേ, സൂര്യൻ പറയാണ് എന്ത്, യു ആർ ടു, നീയും ശക്തിമാനാണ്, ഇൻ യുവർ ഓൺ വേ, നിൻ്റേതായ വഴികളിൽ എന്ന് പറയാണ്. ദേ ലിവ്ഡ് ഇൻ ഹാർമണി ദെയർ ആഫ്റ്റർ, അതിനുശേഷം അവർ എന്ത് ചെയ്യാണ്, ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ആർഗ്യുമെൻ്റൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഹാപ്പി എൻഡിങ് ഉള്ള സ്റ്റോറിയാണല്ലേ. ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ്? ഇപ്പോൾ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിലും എല്ലാവരും അവരവരുടെ കഴിവുകളിൽ ശക്തരാണല്ലേ. എല്ലാവർക്കും ഒരേ കഴിവുകളായിരിക്കും ഉണ്ടാവുക, അല്ല. ചിലർക്ക് ചിത്രം വരയ്ക്കാൻ നല്ല കഴിവുണ്ടാവും, ചിലർ നന്നായി പാട്ട് പാടുന്നവരായിരിക്കും, ചിലർ നന്നായി ഡാൻസ് ചെയ്യുന്നവരായിരിക്കും, ചിലർ നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും. എല്ലാവരും പഠിക്കും, ഇല്ല എന്നല്ല, പക്ഷേ ഓരോരുത്തർക്കും ഓരോ കഴിവുകളല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം അവരവരുടെ കഴിവുകളിൽ അവരവർ എന്തായിരിക്കും, ശക്തരായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുക അല്ലേ, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് ആർഗ്യുമെൻ്റ് നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. സോ സീ യു വിത്ത് അനദർ വീഡിയോ.